ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മറക്കാനായിട്ട് വളരെയധികം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കാത്തത്? നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പേഴ്സണെ നിങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് കഴിയാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. എന്താണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആ ഒരു പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, 7 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ദ ഹെർമിറ്റ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. 8 ഓഫ് കപ്സ് റിവേഴ്സ്, 10 ഓഫ് വാൻഡ്സും റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് സോർഡ്സ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ദ മൂൺ കാർഡും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാം ആയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഴത്തിൽ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് പറയാൻ പറ്റുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു പോയ ഒരു അനുഭവമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കാത്തത് എന്നാണ് നമുക്ക് കാണുന്നത്. പിന്നീട് ഇവിടെ കാർഡുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പേജ് ഓഫ് വാൻഡ്സ്, അതുപോലെ നൈറ്റ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് വാൻഡ്സ് ഇതെല്ലാം ഫയർ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത് ഈ വ്യക്തിയുമായി ഉണ്ടായ ആ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പ് വളരെ ശക്തമായ ഒരു അട്രാക്ഷൻ ഉള്ളതും അതുപോലെ വളരെ ആവേശം നൽകിയതും എക്സൈറ്റ്മെന്റ് കൊടുത്തതും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തേക്ക് വന്നപ്പോൾ ഒരു പുതിയ ഊർജ്ജവും ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ആ ഒരു ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് പതിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ ഒരു ഫയർ എനർജി, അത് ഇപ്പോഴും ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് വാൻഡ്സ് ഈ 3 കാർഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മനസ്സിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത ചില ചോദ്യങ്ങൾ കിടക്കുകയാണ്. അതാണ് നമുക്കിവിടെ മൂൺ കാർഡും 7 ഓഫ് കപ്സും പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിരവധി സംശയങ്ങൾ ഉണ്ട് എന്നാണ് കാണുന്നത്. ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലാതെ എങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു ബന്ധം എങ്ങനെ അവസാനിച്ചു, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഇപ്പോഴെന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന ഒരു സ്നേഹം അതേ അളവിൽ ആ ഒരു പേഴ്സണും അനുഭവിക്കാനായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നപ്പോൾ പറ്റിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത കിട്ടാതിരിക്കുന്നു നിങ്ങൾക്ക്. അപ്പം മനസ്സ് വീണ്ടും വീണ്ടും അതിലേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ട് പൂർണ്ണമായിട്ട് പോരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും സ്ഥിരമായിട്ട് നിങ്ങളിൽ നിന്ന ഒരു ബന്ധമായിരുന്നു ഈ ഒരു ബന്ധം. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ബന്ധം വളരെ സ്റ്റേബിൾ ആകുമെന്ന്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നിരിക്കാം. ആ ഒരു വിശ്വാസം, അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു മനസ്സിൽ ശക്തമായിട്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് തുടരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം
ത്രീ ഓഫ് സോഡ്സ്, ഡെത്ത് കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡുകൾ കാണിക്കുന്ന ഈ ഒരു ബന്ധം നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ക്ലോഷർ അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയാതെ ഒരു ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യങ്ങൾ കൊണ്ട് ഈ റിലേഷൻ സെപ്പറേഷനിലേക്ക് പോയി അവസാനിച്ചു പോയതായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ക്ലോഷർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സ് ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി മുന്നോട്ട് പോകാനായിട്ട് പ്രയാസപ്പെടുന്നതായിട്ട് കാണുന്നത്. അപ്പം മനസ്സിൽ നിന്നും വിട്ട് മാറാൻ ശ്രമിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇവരെ ഒന്ന് കളഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാനസികമായിട്ട് മാറാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആത്മപരിശോധനയായിട്ട് എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നു, അത് വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അത് കറക്റ്റ് അല്ലായിരുന്നോ, ഇത് ശരിയല്ലായിരുന്നോ, അല്ലെങ്കിൽ എന്നെ പറ്റിക്കായിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓർമ്മകളുടെ ആ ഒരു ഭാരം ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാനസിക സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നു. ഒരു ബന്ധത്തിന്റെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വളരെയധികം ഒരു ഭാരം നൽകുകയാണ് പലപ്പോഴും. അപ്പം മറക്കണമെന്ന് ആഗ്രഹിച്ചാലും മനസ്സിൽ അത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായി. ഈ ഒരു 10 ഓഫ് വാൻസിന്റെ എനർജി അതാണ്. നിങ്ങൾ വേണ്ട എന്ന് വെച്ചാലും ആ ഒരു ഭാരം നിങ്ങൾ ചുമക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം പിന്നെ 8 ഓഫ് വാൻസ് വരുമ്പോഴത്തേക്കും ചിലർക്ക് ഈ ഒരു കാർഡിൽ കാണിക്കുന്നത് ഈ ഒരു കാർഡ് മാത്രമാണ് ഇതിൽ ഇച്ചിരി വ്യത്യാസമായിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഈ ഒരു കാർഡിൽ കാണിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് നമുക്കിവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്ന് തന്നെയാണ് നമുക്കൊരു 50-50 ആണ് ചാൻസ് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു 50 പേർക്കെങ്കിലും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന 50% ആളുകൾക്കും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 8 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കത് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പോകട്ടെ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എങ്കിലും ഇവിടെ കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റാത്തത് 3 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഈ ബന്ധത്തിലുണ്ടായ ശക്തമായ ഒരു അട്രാക്ഷൻ നിങ്ങളെ ഇതിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബന്ധത്തിന് ഒരു ക്ലോഷർ നൽകിക്കൊണ്ടല്ല നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത്. ഒരു ക്ലാരിറ്റി തരാതെയാണ് ഈ വ്യക്തി പോയിട്ടുള്ളത്. അപ്പോൾ വ്യക്തതയില്ലാതെ അവസാനിച്ച ഒരു ബന്ധമായതുകൊണ്ട് തന്നെ ഇതിൽ നിൽക്കുന്നു നിങ്ങൾ. ഹൃദയത്തിലും ആഴത്തിൽ പതിഞ്ഞ ഓർമ്മകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. അതും കൂടി നിങ്ങളെ ഇതിൽ വീണ്ടും പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് കഴിയാതെ പോയത്, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജീസ് കൂടി നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണും ഇത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് തന്നെയാണ്. അവരുടെ മനസ്സിലും ഇതിൻ്റെ ഒരു സ്വാധീനം ഇപ്പോഴും പല രീതിയിൽ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഓർക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മെസ്സേജ് ഒക്കെ അയക്കണോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കണോ എന്നൊക്കെ അവരുടെ മനസ്സിൽ ചില സമയങ്ങളിലൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലായ്പ്പോഴും അതിന് ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് കഴിയാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ മറക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേഴ്സന്റെ എനർജി കൂടി ഒന്ന് ജസ്റ്റ് നോക്കാന്ന് വെച്ചത്. പിന്നെ 4 ഓഫ് വാൻസും കിങ് ഓഫ് വാൻസിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് ഈ ബന്ധം ഒരിക്കലും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ടാണ് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചില നല്ല ഓർമ്മകൾ പങ്കിട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ പൂർണ്ണമായി മറന്ന് കളയാനായിട്ട് അവരും പ്രയാസപ്പെടുകയാണ്, അല്ലെങ്കിൽ മറന്നതായി പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്, ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ക്യൂൻ ഓഫ് സോഡ്സും ഹെർമിറ്റ് കാർഡിലേക്കൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ പ്രാക്ടിക്കലായി ഈ ഒരു ബന്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവാം. അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് ഹൃദയത്തിൽ ഓർമ്മകൾ ഉണ്ടെങ്കിലും അവർ പുറത്ത് കാണിക്കാതെ അങ്ങനെ പോകുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോഴും ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടരണമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമോ എന്നൊക്കെ ഒരു ചിന്തയിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നും ഉണ്ടാകാം. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഏകദേശം ആ ഒരു സെയിം ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധം അവസാനിച്ചപ്പോൾ അവരുടെ മനസ്സിലും അതേ ഒരു വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നിങ്ങളെ
ഓർമ്മിക്കുന്ന സമയത്ത് ആ പഴയ ഫീലിങ്സുകളൊക്കെ വീണ്ടും അവർക്ക് വരുന്നുണ്ടാകാം. അതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്കും ആ ഒരു വേദന ഉണ്ടാകുകയും നിങ്ങൾ ഒരു മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ടും ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും അവരും ശ്രമിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഓർമ്മകൾ അവർക്കും ഒരു മാനസിക ഭാരമായിട്ട് തന്നെ തോന്നുന്നുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഡെത്ത് കാർഡ് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ഊർജ്ജം, എനർജി പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ചിലപ്പോൾ പഴയ ഓർമ്മകൾ വീണ്ടും ഇവരുടെ മനസ്സിലേക്ക് വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജീസ് നോക്കുമ്പോൾ നമുക്ക് 8 ഓഫ് വാൻസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയ തുടക്കം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് പറയാനായിട്ട് സാധിക്കുകയുമില്ല. അതാണ് ഞാനൊരു 50% ആളുകൾക്ക് ഇങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നിട്ടില്ല, പക്ഷെ അവരത് പുറത്ത് കാണിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ബന്ധത്തിന്റെ ഓർമ്മകളും ഫീലിങ്സുകളും ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ തുടർന്നു കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സുകൾ അവർക്കും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മിറർ എനർജി കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അതേ ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. അതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങളെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത്. ആ ഒരു വ്യക്തിയെ മറന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്തതിന്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഇത് ഒന്ന് സമാധാനത്തിലേക്ക് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു സെയിം കാർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഗൈഡൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈഡൻസ് നോക്കുമ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായ ഒരു ഹൃദയവേദനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വരിക. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാം. എനിക്കിതെങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരാളെ മറക്കാൻ പറ്റാതെയുള്ള വേദന സാധാരണ രീതിയിൽ ഒരു സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് മറന്നു കളയാനും മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് കഴിയുന്നില്ല. അപ്പോൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ ഒരു വേദനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദനയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. ആ ഒരു വേദന ഉണ്ട് എന്ന് അംഗീകരിക്കുക. അതാണ് ഈ ഒരു 3 ഓഫ് സോഡ്സ് സൂചിപ്പിക്കുന്നത്. ഹൃദയവേദന തന്നെയാണ്. അപ്പോൾ ഈ ഒരു വേദന മാറാൻ ആദ്യം അത് എനിക്കിപ്പോൾ ഈ ഒരു വേദനയുണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കണം. അപ്പൊ ഒരു വേദന മറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ ബോൾഡാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ആ ഒരു വേദന മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ സമയമെടുത്ത് ഹീലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കൊരു വേദന ഉണ്ട്, ആ വേദന ഞാൻ ഫേസ് ചെയ്യുക തന്നെ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. അതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹെർമിറ്റ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്വയം നിങ്ങളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് കുറിച്ച് സമയം ചെലവഴിക്കുക. ഇപ്പോൾ ഡയറിയൊക്കെ എഴുതുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഡയറിയൊക്കെ എഴുതുക. അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായ കാര്യങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ പ്രാർത്ഥന, ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഗൈഡൻസ്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു 8 ഓഫ് കപ്സ് ഇല്ലേ, അപ്പോൾ ഈ ഒരു പഴയ ഓർമ്മയിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മനസ്സിനെ രക്ഷിക്കാൻ നമ്മൾ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോകേണ്ടുന്ന സമയങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ രക്ഷിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അല്ലാതെ പുറത്തുനിന്ന് ആരും വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നോട്ട് ഒരിക്കലും നോക്കരുത്, മുന്നോട്ട് നടക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പഴയ ഒരു ചാറ്റുകളോ കോളുകളോ ഒക്കെ വീണ്ടും വായിക്കാതിരിക്കുക എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയാസ് നോക്കുന്നത്, ഇപ്പോൾ അവരുടെ ചാറ്റ്സുകളോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ കുറയ്ക്കുക. ഇത് വളരെ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇത് വളരെ സഹായിക്കും. മനസ്സിന് വളരെയധികം സമാധാനം തരും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നമുക്ക്. പിന്നെ
മനസ്സിന് ഒത്തിരി നമുക്കിവിടെ 10 ഓഫ് വാണ്ട്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണും അതുപോലെ നിങ്ങൾക്കും മനസ്സിന് ഒത്തിരി ഭാരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10 ഓഫ് വാണ്ട്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വളരെ മാനസിക ഭാരം വഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ആരെയെങ്കിലും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുക. ഇന്ന പോലെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ അത് അറിയിക്കുക എന്നതിലുപരി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമങ്ങൾ നിങ്ങൾ ഒരാളുമായി ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ അതൊരു സുഹൃത്തിനോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിനോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നൽകുന്ന ഒരു വ്യക്തിയോടാകാം. അങ്ങനെ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിഷമം കുറച്ചൊന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ശാന്തമാകാനായിട്ട് അത് വളരെ സഹായിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ. പിന്നെ സമയം എന്ന് പറയുന്നത്, ഇവിടെ ഡെത്ത് കാർഡ് നമുക്ക് റിവേഴ്സ് വന്നിരിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മരുന്നാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സമയം, അത് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് വളരെ ഒരു മാറ്റത്തെ കാണിക്കുന്ന ഒരു കാർഡാണ്. പക്ഷെ അതിനെക്കുറിച്ച് സമയം എടുക്കും എന്നാണ്. പക്ഷെ സമയം കുറച്ച് സമയങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദന പതിയെ കുറയും. ഇന്ന് വളരെ ഒരു വേദനയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ എപ്പോഴും ഇത് അങ്ങനെ തുടരണമെന്നില്ല എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഒരാളെ മറക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വലിയൊരു ഫീലിങ്സ് അല്ലെങ്കിൽ വലിയൊരു ഹെൽപ്പ് ഒക്കെ തന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അവരെത്തിയത് കൊണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അവിടെ ആ ഒരു വ്യക്തിയിൽ തന്നെ അവസാനിച്ചു എന്നല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കായിട്ട് ആ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പുറത്തേക്കൊക്കെ പോവുക. നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വെളിയിലേക്കൊക്കെ പോവുക, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക, പ്രകൃതിയിലൊക്കെ സമയം ചെലവഴിക്കുക. ഇതൊക്കെ ഒരു ഹൃദയത്തിൻ്റെ വേദന അല്ലെങ്കിൽ വിഷമമൊക്കെ കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വേദന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേദന എത്ര കാലത്തിനുള്ളിൽ കുറയും, അല്ലെങ്കിൽ ഇത് ഞാൻ എത്ര നാൾ ഇങ്ങനെ ഇതിനെ സഫർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കണം, എനിക്കൊന്ന് സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേദനയും ആശയക്കുഴപ്പവും ഒക്കെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ചില രാത്രികളിലും ഒറ്റയ്ക്കുള്ള സമയങ്ങളിലും ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. പക്ഷെ അത് പതുക്കെ മാറാൻ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ സ്വയം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വേദന കുറേ ഇങ്ങനെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. സാധാരണയായി ഇത് അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ ഭാരമുള്ള ഒരു ഫീലിങ്സുകൾ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞ് അതൊക്കെ താഴെ വെക്കാൻ കഴിയുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് ഓഫ് വാണ്ട്സ്, 8 ഓഫ് വാണ്ട്സിന്റെ ഇത് പറയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളോ പുതിയ ആളുകളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ പഴയ വേദനയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ മാറ്റം സംഭവിക്കും. പക്ഷെ സമയം കുറച്ചെടുക്കും. ഈ ഒരു ഓർമ്മകളെ ഒക്കെ വേദനകളെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ ഒരു പഴയ ഫീലിങ്സുകൾ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫീലിങ്സുകളെല്ലാം മാറിപ്പോകും എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ കൂടുതൽ ശക്തമായ ഒരു മനസ്സോടെ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഒക്കെ മനസ്സിലാക്കി അതേ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു പവർ, ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഇത് ഒരിക്കലും മാറില്ല എന്ന രീതിയിലായിരിക്കാം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, എനിക്ക് ഒരു കാര്യവും ഒരിക്കലും നല്ല രീതിയിൽ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നം സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് അടുത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ഓക്കെ ആകില്ല, എനിക്കിത് ഈ ഒരു വ്യക്തിയെ മറന്ന് മുന്നോട്ട് പോകാനായിട്ടൊന്നും സാധിക്കില്ല, ഇനി ലൈഫ് മുഴുവൻ ഞാൻ ഈ ഒരു ഇതിൽ സ്റ്റക്കായി നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ധൈര്യം സംഭരിച്ചെടുക്കുക. ഹൃദയത്തിൽ ആ ഒരു ധൈര്യം, സ്ട്രോങ്നെസ് കൊണ്ടുവന്നുകൊണ്ട് സ്വയം നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് എന്ന് വരുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലെ കവളിലും മറുകളിലുള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവളിലെ മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലവബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോയിങ്, ഓഗസ്റ്റ് മന്ത്. നേച്ചർ, പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നമ്പർ 21, കണ്ണൂർ ജില്ല. 1996, 1979, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ, ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ലെറ്റർ സി, നമ്പർ 23, 2001, മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാൽഡിഷ്. ലെറ്റർ എം, നമ്പർ 55, ലെറ്റർ കെ, ലെറ്റർ എച്ച്, ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്.